കേന്ദ്ര ഫണ്ട് കേരളം കൊള്ളയടിക്കുകയാണെന്ന് പറയാൻ പ്രധാനമന്ത്രിക്ക് നാണമില്ലേ എന്ന തോമസ് ഐസക്. എല്ലാ മേഖലയിലും കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേരളം ഏറ്റവും മികവുറ്റതാണ്. അതേസമയം വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ഉന്നം വയ്ക്കുന്നത് ന്യൂനപക്ഷങ്ങളെയാണെന്നും തോമസ് ഐസക് പത്തനംതിട്ടയിൽ പറഞ്ഞു. കേരളം കേന്ദ്ര ഫണ്ട് കൊള്ളയടിക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണം. വസ്തുതകൾ നിരത്തിയാണ് മോദിക്ക് തോമസ് ഐസക് മറുപടി നൽകിയത്. അത്രയ്ക്ക് വലിയ കൊള്ളയാണ് കേരളം നടക്കുന്നതെങ്കിൽ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ദേശീയ അവാർഡുകൾ എങ്ങനെയാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത്? ഏറ്റവും വലിയ കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന് പറയുന്നത് തൊഴിലുറപ്പാണ്. ഈ തൊഴിലുറപ്പ് ഏറ്റവും നന്നായി നടക്കുന്നത് കേരളത്തിലാണ്. ഏറ്റവും അഴിമതി കുറഞ്ഞത് കേന്ദ്ര സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗിൽ കേരളത്തിനാണ് ഒന്നാം സ്ഥാനം നൽകിയിട്ടുള്ളത്. കേന്ദ്രത്തിന്റെ അവഗണന മറയ്ക്കാനാണ് മോദിയുടെ ശ്രമം. കേരളത്തിന് ഏറ്റവും മികവുറ്റ സംസ്ഥാനമാണ് എന്ന അവാർഡ് നൽകിയിട്ട് കേരളത്തിൽ വന്ന് പറയാണ് കേന്ദ്ര ഫണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഈ വാചകവടി കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ വിവേചനം മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആരോപണമാണ്. FCRA നിയമം ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെയാണ്. ഉന്നം വളരെ വ്യക്തമാണെന്ന്. ഉന്നം ക്രിസ്ത്യൻ സഭകളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. FCRA അവകാശം റദ്ദാക്കുമെന്ന് മാത്രമല്ല, അത് വിനിയോഗിച്ച് സൃഷ്ടിച്ചിട്ടുള്ള ആസ്തികൾ വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള നിയമമാണ് ധൃതി പിടിച്ച് പാസ്സാക്കിയിട്ട്. മതനിരപേക്ഷത ഉയർത്തി തന്നെയാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.